ഹലോ, നമുക്ക് കുറച്ച് പച്ചക്കറി നട്ടാലോ? അടുക്കളത്തോട്ടം ആർക്കാ ഇഷ്ടമില്ലാത്തത് അല്ലേ? ഉള്ള സ്ഥലത്ത്, ഒതുങ്ങിയ സ്ഥലത്ത് കുറച്ച് പച്ചക്കറി നടാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സാധാരണ വെണ്ടയും തക്കാളിയൊക്കെ എപ്പോഴും നടുന്നതാണ്. അപ്പോൾ അതിൽ വലുതായിട്ട് നമ്മൾ കുറച്ച് കോളിഫ്ലവറൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സഹായമായിട്ട് ഒരു ചേട്ടനുണ്ട്, മണ്ണെടുക്കാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. നമ്മുടെ പപ്പയുള്ള ഇപ്പോൾ തൊട്ടുള്ള ഒരു സഹായിയാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എന്തിനും ഏതിനും വിളിച്ചാൽ പുറത്ത് ചേട്ടനുണ്ട്. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ നവംബറിലൊക്കെ ഒക്ടോബറിലാണ് നടുന്നത്. അപ്പോൾ ഇത്തിരി ലേറ്റായി, എന്നാലും നമുക്ക് നോക്കാം. പരീക്ഷണാടിസ്ഥാനത്തിൽ വെക്കുകയാണ്, എന്താവുമെന്ന് അറിയില്ല. പിന്നെ തക്കാളി ഉണ്ട്, പിന്നെ നമ്മൾ കുറച്ച് വെണ്ട നട്ടിട്ടുണ്ട്, പിന്നെ മത്തനും കുമ്പളങ്ങയും നട്ട് അത് മുളച്ചിട്ടുണ്ട്. അതിൻ്റെ കുരു ഇട്ടിട്ട് അത് മുളച്ചിട്ടുണ്ട്. അത് തുരപ്പം കൊണ്ടുപോയില്ലേന്ന് അറിയില്ല. എലിയുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എലീനെ തുരത്താനുള്ള എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എലീനെ പിടിക്കാനുള്ള എന്തെങ്കിലും മാർഗ്ഗം, എലി വരാതിരിക്കാനുള്ളത്. അപ്പം മോനും വന്നു, അപ്പോൾ അതേ അപ്പനെ സഹായിക്കുകയാണ്. അപ്പോഴേക്കും ചേട്ടൻ വന്നു. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് ചട്ടിയിൽ നിറയ്ക്കുകയാണ്. അപ്പോൾ ഉള്ള സ്ഥലത്ത് ഉള്ളത് നല്ല വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാമല്ലോ. പിന്നെ അത് ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി നമ്മൾ നട്ടു വെച്ചു കേട്ടോ. തക്കാളി നട്ടു, കോളിഫ്ലവർ നട്ടു, പിന്നെ വെണ്ട, ഇതാണ് നമ്മുടെ മത്തൻ മുളച്ചു വന്നു. ഇത് കുമ്പളമാണ് കേട്ടോ. എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തായാലും ഉണ്ടായി കിട്ടട്ടെ. ഇതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് പിന്നീട് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോഴേക്കും അപ്പുറത്തെ ചേട്ടൻ കടയുടെ അവിടെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഉഴുന്നട കൊണ്ടുവന്നതാണ്. എന്തുണ്ടെങ്കിലും എല്ലാവരും ഇവിടെ വന്ന് നമുക്ക് തരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജീവിത രീതി. അങ്ങനെയായിരുന്നു. പപ്പയുടെ കുറേ കൂട്ടുകാരന്മാരും. പപ്പ പോയതിന് ശേഷം ഇപ്പോഴും അവർക്ക് എല്ലാവർക്കും നമ്മുടെ സ്നേഹം തന്നെയാണ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.